ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വരും, എന്നിട്ട് പറയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ. പക്ഷെ നമ്മളെ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ്. എന്നാലും നമ്മളെ ഷോർട്സൊക്കെ വീക്കിലി ഒരു ഷോർട്സൊക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെന്തായാലും നമ്മളെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു ക്ലീനിങ് വീഡിയോ എടുക്കാമെന്ന് കരുതി. നിങ്ങളൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എഴുതിയിട്ട് ഞാൻ ഇന്നത്തെ ഒരു ഇത് അങ്ങ് തുടങ്ങാം. പിന്നെ നമ്മളെ അമ്പുടോഷ് നല്ല ഉറക്കാട്ടോ. ഇനി ഒരാളും കൂടെ ഉണ്ട്, എവിടെ പോയി നോക്കിയിട്ട് തരാം. നമ്മൾ ഒരുപാട് നാളായില്ലേ തുണി മടക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇതാ നോക്ക്, ഒരുപാട് തുണികൾ മടക്കി ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ കണ്ട തുണി മുഴുവൻ നമുക്ക് മടക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ മടക്കി ഓരോ ഇതിലേക്ക് മാറ്റിയിട്ട് കുറേ നാളായിട്ട് കൊണ്ടിട്ടിരിക്കുകയാണ് വെച്ചേക്കുന്ന തുണി കേട്ടോ. പിന്നെന്തായാലും മടക്കാന്ന് കരുതി എന്നതാ. അപ്പോൾ വലിയൊരു യുദ്ധം ഇവിടെ തുടങ്ങാം കേട്ടോ. തുണികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കയറി വന്നു. ഞാൻ അച്ഛനോട് കുറച്ച് നേരം പിന്നെ എന്താ ആംബുലൻസ് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് പറ. ഹായ്. നമ്മളെ പ്ലാനിങ് ഒക്കെ വെള്ളത്തിലായി ഗായ്സ്. നമ്മുടെ കൂട്ട നീച്ചു. തുണി മടക്കാൻ പോവാ. തുണി മടക്കാം. മാവ് മാറിയോ? അപ്പോൾ അവന് ചെറുതായിട്ട് ചായയൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാൻ തുണി മടക്കാൻ വേണ്ടി വന്നു. ആ ഒരു മൂഡിലതൊക്കെ മടക്കി ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു പോയാൽ പിന്നെ അതൊക്കെ നടക്കുള്ളൂ. എന്നുണ്ടെങ്കിൽ അതേപോലെ അവിടെ കിടക്കും. ഒരുപാട് തുണി വെച്ച് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അലമാരയിൽ വെക്കാതെ അങ്ങനെ എടുത്ത് അവിടെ കട്ടിൽമണ്ടെന്ന കട്ടിൽമ അങ്ങനെ ഇട്ടതിൻ്റെ ഏട്ടനെ വിളിച്ചവിടെ ഒരു തിരുത്തി കേട്ടോ. അരയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് വരില്ല. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തുണികളൊക്കെ മടക്കിയിട്ട് വരുന്നുണ്ട്. നമ്മളെ മക്കളെ ഡ്രസ്സ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് പിന്നെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് അലമാരയ്ക്ക് വെച്ചു. അപ്പോൾ ആ തുണികളൊക്കെ മടക്കി ഏതാണ്ട് സെറ്റാക്കി. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് വിരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോയത്. നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ രാവിലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെയ്ത് തീർക്കുകയെന്ന് വെച്ചാൽ റിസ്ക്കുള്ള പണി കേട്ടോ. ഇതെല്ലാം തുണിയൊക്കെ മടക്കി വെച്ചു. കഴുകാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ഒരു ട്രിപ്പ് അലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തൊരു ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് ദോശയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ടോ കഴിക്കാൻ. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് വന്നിട്ട് കാരണം ഈ അടുക്കള ഫുള്ള് ക്ലീൻ ആക്കാണ്ട്, ചോറൊക്കെയാണ്ട് കറി വയ്ക്കാണ്ട്. അപ്പം എന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങനെ നമുക്കിപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ നമുക്ക് അപ്പോൾ അതാ ഇച്ചാപ്പി കൂട്ടൻ വന്നിട്ടുണ്ട്. ഇച്ചാപ്പി അമ്പുടുക്കുട്ടനും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയത്താണ്ട് 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും ദോശയൊക്കെ എടുത്ത് രണ്ടാളും ഒറ്റയ്ക്ക് വാരി കഴിച്ചോളുണ്ട്. അതുകൊണ്ട് നമുക്ക് പകുതി സമാധാനമാണ്. ഒറ്റയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ വാരി കൊടുക്കാമെന്ന് വെച്ചാൽ അമ്പ് സമ്മതിക്കില്ല. അമ്പുടിന് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് അവനാവശ്യത്തിന് കഴിച്ചോളും. നമ്മളതിലേക്ക് നോക്കാൻ നിൽക്കണ്ട. അതായത് രണ്ടാളും പിന്നെ എൻ്റെ അടുത്ത് വന്ന് അടുക്കളയിലിരുന്ന് മിക്കപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. രണ്ടും ഒന്നിച്ച് തല്ലുകൂടും. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാ കാര്യത്തിനും ഒന്നിച്ച് ഉണ്ടാവുകയും ചെയ്യും. അതാ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്നതാ. പിന്നെ അടുത്ത വലിയൊരു പണി ഇതാ മരുന്ന് കൊടുക്കാനാണ്. രണ്ടാക്കും വയ്യട്ടോ. അപ്പോൾ അതാ ഏട്ടനെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ അമ്പുടുവന് ഇപ്പോൾ ഇൻഹീലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പിടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ വേണം. അപ്പോൾ അതിന് മുന്നുള്ള ഒരു സോപ്പിടല കാൽസ്യത്തിൻ്റെ മരുന്നും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം മുന്നേ നല്ലൊരു പനി മേടിച്ച് കൗണ്ടൊക്കെ ചെറുങ്ങനെ ഒന്ന് കൂടി വന്നു. ഇച്ചുമോനും അതേ അവസ്ഥയിലൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടാൾക്കും മരുന്നൊക്കെ കൊടുത്ത് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഒരു ഇതിലാണ്. ഇനി ഈ ഇൻഹീലർ എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുഞ്ഞിനും വെച്ചിട്ട് എന്തോ ഭയങ്കര സങ്കടമൊക്കെ തോന്നും കേട്ടോ കാര്യം കാണുമ്പോൾ. പക്ഷെ നമ്മൾ മരുന്നടിച്ചു കൊടുക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു വലിയൊരു യുദ്ധം പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇതായിട്ട് കിട്ടിയതാട്ടോ. അതുകൊണ്ട് അവനങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പോഴേക്കും അളിയനും കൂടെ പോയി മാങ്ങയൊക്കെ പറിക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ മാവിൽ നിറച്ച് മാങ്ങ പൂത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ
തടിയുള്ളത് കൊണ്ട് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പുറത്ത് പോയി തോട്ടിയൊക്കെ വാങ്ങിക്കൊണ്ടത് നമ്മൾ അമ്പുടുക്കുട്ടം അങ്ങനെയൊക്കെ പറക്കി വെക്കലിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മക്കളൊക്കെ കൂട്ടുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അവരും അതിനനുസരിച്ച് ഓരോന്നും പഠിക്കുക. നമ്മൾ അമ്പുടാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനൊക്കെ നന്നായിട്ട് നമ്മളവരെ കൂടെ ഒന്ന് വർത്താനം പറഞ്ഞ് കളിച്ചും തിരിച്ചു കിടന്നു കഴിഞ്ഞാൽ അവരിതാവും. പിന്നെ ഇതാ വലിയൊരു യുദ്ധന സ്പീഡ് കൂട്ടിയിട്ടേക്കിട്ട് കാണുമ്പോൾ എന്തൊരു എളുപ്പമല്ല. 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന വീഡിയോ നമ്മൾ ഈ 8-9 മിനിറ്റിലേക്ക് ആക്കിയത്. നല്ല ഇതിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. എന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് അവളോട് ക്ലീനിങ് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ഇത് ഇല്ല. കാരണം അമ്പുട് ഇപ്പോൾ ഭയങ്കര ഒരാളല്ല ഞാൻ തന്നെ അവൻ്റെ കൂടെ വേണം. അവൻ ആദ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏട്ടൻ വന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകുന്നതും വീട്ടിലിരിക്കാത്തതുകൊണ്ടൊക്കെ ഇപ്പോൾ അവൻ ഞാനും വല്ലാതെ അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയിപ്പോയി. അപ്പോൾ അവന് ഇപ്പം ഞാനില്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിലാണ്. ഭയങ്കര വഴക്കും കാര്യങ്ങളോടൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യം. എന്നാലും നമ്മൾ ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കാം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെ കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ ഇപ്പോഴും തോന്നുന്നത്. പിന്നെ ഓരോന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഫ്ലോ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഇതിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അടുക്കളയ്ക്ക് ഇങ്ങനെ ക്ലീനായി കിടക്കണം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത സുഖമല്ല. അപ്പോൾ അതാ നമ്മൾ കുറച്ച് മാങ്ങ ഉണക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി നമ്മളത് അച്ചാറിട്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ്. നമ്മളിത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാറാണ്. ആ കൂടെയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പുടോണിയെ ഉറക്കി പിന്നെ കുറച്ച് നേരം കണ്ണാടിൻ്റെ മുന്നിലുള്ള കച്ചാണ്. ആകെ എന്താ പറയുക, ആകെ കൂടെ നമ്മൾ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ എന്താ അല്ലാത്തൊരു ഇതല്ലേ, ഫീലല്ലേ. പിന്നെ ഇതാ കുറച്ച് നേരം അവരുടെ കൂടെ കളിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ നടന്നില്ല. നാളെ വന്നു. ഇപ്പോൾ ഞാൻ അമ്പുടിനെ എടുത്ത് കരക്കി പിച്ചുട്ടിനെ ശങ്കട് പിച്ചുട്ടിനെ അതേപോലെയൊക്കെ എടുത്ത് കരക്കി പിന്നെ കുറച്ച് അങ്ങാടിയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അപ്പോൾ നമ്മൾ അമ്പുടിനെ കൊണ്ടുപോയില്ല പിച്ചൂസിനെ കൊണ്ടുപോയത്. ഇടയ്ക്കൊക്കെ സന്തോഷമല്ലേ ഇതൊക്കെ. അപ്പോൾ തന്നെ ഞങ്ങളൊരു ചോടക്കാർക്കൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. ഒരു നല്ല റിഫ്രഷാവും, നല്ല കൂളാവും. പിന്നെ സ്ട്രോട്ടായും ഒന്നും വാങ്ങിയുള്ളൂ. ഞാൻ ഇവിടെ കുടിച്ച്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സന്ധ്യ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും അമ്പൂടെ ഓടി ചാടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മത്തിയും ഇതൊക്കെ വാങ്ങിയതും അതൊക്കെ പീരൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് പീര വെച്ചതും അത്ര ഒരുപാട് ഐറ്റംസ് പീര വെച്ചതും മീൻ വറുത്തതും മോരൊക്കെ കേട്ടോ. നമ്മളെ റെസിപ്പി വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, കണ്ട് നോക്കണം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരാൾ ഉറങ്ങി, ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.